ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. വിശ്വാസങ്ങളെ സർവ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പുലർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. നമ്മുടെ മക്കളെല്ലാം ഒരുപക്ഷെ സ്കൂളിൽ നിന്നും ഒരു കവറിനകത്ത് ഒരു ചെടിയുമായി വന്ന് വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും അത് നട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ക്ലാസ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തതോടുകൂടി പരിസ്ഥിതി ദിനം തീർന്നു എന്നതാണ് പൊതുവെ ഉള്ള ഒരു ധാരണ. ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഇത് ചെയ്യും, പത്രക്കാർ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും, അത് നാളത്തെ പത്രത്തിൽ പ്രിന്റ് ചെയ്തു വരും. യഥാർത്ഥത്തിൽ ഇതല്ല പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ശേഷം ഈ ഭൂമിയിൽ വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടിയാണ്. ഇതിന് അള്ളാഹു കൃത്യമായ ഒരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട്, ഒരു സന്തുലിതാവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്, ഒരു രീതിയുണ്ട്. ഇപ്പോ നമുക്കറിയാം, മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വായുവാണ്. അത് എല്ലായിടത്തും ലഭ്യമാകുന്ന രീതിയിലാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ഇപ്പോ നമ്മള് ഈ പള്ളിയിൽ വന്നിരിക്കുന്ന ഒരു അരമണിക്കൂർ സമയം അല്ലെങ്കിൽ 40 മിനിറ്റ് സമയം ശ്വസിക്കാതെ നമുക്കാർക്കും ഇരിക്കാൻ കഴിയില്ല. വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കണ്ട എന്ന് വെക്കാം, ഈ ഒരു കുറഞ്ഞ സമയത്തേക്ക് ഭക്ഷണം കഴിക്കണ്ട എന്ന് വെക്കാം, പക്ഷെ ശ്വസിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ ഭൂമിക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥിതി തന്നെ അങ്ങനെയുള്ളതാണ്. അത് എവിടെ ചെന്നാലും ഉണ്ടാകും. വായു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ അതിന്റെ ലഭ്യത വായുവിന്റെ തൊട്ട് ശേഷമുള്ള ഒരു ക്രമമാണ് വെള്ളത്തിന് വെച്ചിരിക്കുന്നത്. എന്നാൽ ഭക്ഷണം
അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ രീതിയിൽ ലഭ്യമാകുന്ന ഒരു സന്തുലിതാവസ്ഥ അതിലൊക്കെ വെച്ചു നോക്കുന്നു. എത്ര സിസ്റ്റമാറ്റിക് ആണത്, എത്ര കൃത്യമാണത്, എത്ര ഒരു കണക്കോട് കൂടിയാണ് അള്ളാഹു ഈ കാര്യങ്ങളെയൊക്കെ വിന്യസിച്ചിരിക്കുന്നത്. മൗസൂർ എന്നാണ് ഖുർആൻ ഈ വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യം. വൽ അർള മദ്ദനാഹ വ അൽഖൈനാ ഫീഹാ റവാസിയ. അള്ളാഹു നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയെ നിങ്ങൾക്ക് അതിന്റെ മുകളിലൂടെ സഞ്ചരിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനെ സംവിധാനപ്പെടുത്തി തന്നു, ജീവിക്കാവുന്ന രീതിയിൽ അതിനെ ക്രമീകരിച്ചു തന്നു, പരത്തി തന്നു. വൽഖൈനാ ഫീഹാ റവാസിയ. ആ ഭൂമിയിൽ അതിന് ഉറപ്പ് നൽകുന്ന രീതിയിൽ പർവ്വതങ്ങളെ അള്ളാഹു വിന്യസിച്ചു എന്ന് അള്ളാഹു പറയാണ്. ആ ഭൂമിയിൽ മുളച്ചു പൊന്തുന്ന എല്ലാ ചെടികൾക്കും എല്ലാ മരങ്ങൾക്കും ഒരു നിർമ്മിതമായ വ്യവസ്ഥ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് ഈ ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ്. ഭൂമിക്ക് ഒരു നിർമ്മിതമായ വ്യവസ്ഥയുണ്ട്. എന്താണോ മനുഷ്യന് ആവശ്യമുള്ളത്, മനുഷ്യന് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാതികളായിട്ട് എന്തൊക്കെയുണ്ടോ അവയ്ക്കെല്ലാം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സന്തുലിതാവസ്ഥ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ അള്ളാഹു ഒരു ഹിക്മത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു നിർമ്മിതമായ രീതിയുണ്ട്. ഇപ്പോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നോക്കൂ നിങ്ങൾ. മനുഷ്യന്റെ ഓരോ അവയവങ്ങളും അതിന്റെ പ്രത്യേകമായ ഒരു വ്യവസ്ഥ അള്ളാഹു വെച്ചിട്ട്. ഇപ്പൊ കണ്ണ് അള്ളാഹു ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏറ്റവും സേഫായ സ്ഥലത്താണ്. കൈകളുടെ വിരലുകൾക്ക് അള്ളാഹു ഒരു പ്രത്യേക വ്യവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഒരു വസ്തു പിടിക്കാൻ, കൈകൾ ഉപയോഗിക്കാൻ, എഴുതാൻ, ചലിപ്പിക്കാൻ ഒക്കെ പറ്റുന്ന ഒരു വ്യവസ്ഥയിൽ. എല്ലാ വരലും ഒരേ വലുപ്പമല്ല, അതിന് അതിൻ്റെതായ ഒരു വ്യവസ്ഥ ഉണ്ട്. എല്ലാ വരലും ഒരു വലുപ്പമായിരുന്നുവെങ്കിൽ, എല്ലാവരിലും ഒരേ ദിശയിലേക്കായിരുന്നുവെങ്കിൽ തമ്പ് തള്ളവരിലെ വേറെ ദിശയിലേക്കാണ്. അതെന്തിനാ? ഓരോ സംഗതി ചെയ്യണമെങ്കിൽ അതിന് ഉപയുക്തമായ രീതിയിലാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഒരു വ്യവസ്ഥ അതിലൊക്കെ ഉണ്ട്. അത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്, പ്രകൃതിയുടെ ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതിനെതിരായിട്ട് ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്. ഇപ്പോ ഒരാള് പറയാണ് ഈ കൈയുടെ മുമ്പിലാണ്, വിരലിന്റെ അറ്റത്താണ് കണ്ണുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാനൊക്കെ സുഖമായിരുന്നു. ഒരാളിങ്ങനെ പറയാം. എനിക്കിപ്പോ ഈ ചുമരിന്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ഭിത്തിയുടെ അപ്പുറത്ത് കൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കണമെങ്കിൽ ഇങ്ങനെ കൈ വെച്ചു കൊടുത്താൽ കാണാൻ പറ്റുമല്ലോ. അതൊരു ചിന്തയാണ്. അങ്ങനെ അയാൾ ചിന്തിച്ചിങ്ങനെ നടക്കുന്ന സമയത്താണ് അയാള് കാലൊന്ന് വെച്ച് കുത്തിയിട്ട് അങ്ങോട്ട് വീണത്. വീണപ്പോ അയാളുടെ കൈ അങ്ങോട്ട് തോല് പോയി. കയ്യിന്റെ ആ ഒരു തൊലി നഷ്ടപ്പെട്ട പാടായി കുറച്ചോനെ കണ്ണ് പടിയായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ കണ്ണ് പോയിരുന്നല്ലോ. അള്ളാഹു എത്ര സേഫായ ഒരു സ്ഥലത്ത് അത് വെച്ചിരിക്കുന്നു നോക്കൂ നിങ്ങൾ. ഒരാൾ മനഃപൂർവ്വം അടിച്ചാൽ പോലും ഓരോ സംഗതി എല്ലാറ്റിനും വ്യവസ്ഥയുണ്ട്, എല്ലാറ്റിനും ഒരു വ്യവസ്ഥയുണ്ട്. ഏതോ ഒരാളെ കുറിച്ച് പറയാൻ ഒരു കഥ ആളിങ്ങനെ ആലോചിക്കുകയാണ്. ഈ ദൈവത്തിന് വിവരമില്ല, ഇത് തെരഞ്ഞെടുക്കലാണ് ആളുകളുടെ ജോലി. ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ആൾക്ക് തോന്നിയ തെളിവ് ആ ദൈവത്തിന് വിവരമില്ല എന്നുള്ള തെളിവ്. എന്താ? വലിയ ഒരു ആൽമരം, അതിന്റെ മുകളിൽ ചെറിയൊരു കായ, ചെറിയ ഒരു വള്ളി, മത്തന്റെ വള്ളി അല്ലെങ്കിൽ കുമ്പളങ്ങന്റെ വള്ളി, അതിൽ വലിയൊരു കായ. ശരിക്കും വലിയ മരത്തിന് വലിയ കായയും ചെറിയ വള്ളിക്ക് ചെറിയ കായം കൊടുത്തിരുന്നെങ്കിൽ അതല്ലേ സന്തുലിതത്വം എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇയാളെ തലേക്ക്, ഇയാൾ ഈ ആൽമരത്തിന്റെ ചോട്ടിൽ നിന്നല്ലേ ചിന്തിക്കുന്നത്. അയാളെ തലയിലേക്ക് ഒരു ആലുംകായ് വീഴാണ്. അപ്പൊ അയാൾ ആലോചിച്ചു, ഓ അത് വേണ്ടട്ടോ, ഇത് ഇങ്ങനെ തന്നെയാണല്ലേ. കാരണം ഈ വീണത് മത്തങ്കായ് ആയിരുന്നെങ്കിൽ അയാളെ കഥ അത് തീർന്നല്ലോ. അള്ളാഹു വെച്ചിരിക്കുന്ന വ്യവസ്ഥിതി എന്ന് പറഞ്ഞ് വിശുദ്ധ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദ്രി. എല്ലാറ്റിനും അള്ളാഹു ഒരു ഖദർ വെച്ചിട്ടുണ്ട്, ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. സുൻ അല്ലാഹില്ലദി അത്ഖന കുല്ല ശൈഇൻ. അള്ളാഹുവിന്റെ ഈ ഒരു സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് എല്ലാം കുറ്റമറ്റ രീതിയിലാക്കുന്ന രീതിയിലാണ്. എന്തെങ്കിലും ഒരു പോരായ്മ, ഇതങ്ങനെയല്ല വേണ്ടിയിരുന്നത്, ഇതിങ്ങനെയായിരുന്നെങ്കിൽ എന്ന ഒരു ബദൽ സംവിധാനം മനുഷ്യ ശരീരത്തിലോ പ്രകൃതിയിലോ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഒരു ഉദാഹരണം പോലും നിങ്ങൾക്ക് പറയാൻ സാധിക്കയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്ത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറച്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല.
മക്കളവിടെ ഇരുന്ന് ഹലോ, ആ മക്കളവിടെ ഇരുന്ന് എവിടേക്ക് അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. നിങ്ങൾ എവിടേക്കായി പോകുന്നത്? എവിടേക്കാ പോകുന്ന മോനെ? അത്യാവശ്യത്തിന് ടോയ്ലറ്റ് പോകേണ്ടതുണ്ടെങ്കിൽ പോവാം. ഇപ്പൊ നിങ്ങൾ ജുമാക്ക് ഓരോരുത്ത് വന്നിരിക്കുന്നവരല്ലേ, അല്ലേ? അവിടെ ഇരിക്കട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് എണീറ്റ് നടക്കാനൊന്നും പാടില്ല. പോവാം, നിങ്ങൾക്കിപ്പോ കുറെ നേരത്തെ ഇവിടെ 11 മണിക്കൊക്കെ വന്നിരുന്ന കുട്ടികളുണ്ട്, രക്ഷിതാക്കളോ പ്രായമുള്ളവരോ കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടയോ ഒതുക്കാൻ വരുത്തോന്ന് ചെയ്യാൻ അങ്ങനെ പോവാം. നിങ്ങൾക്കാർക്കും ഒന്നും പോയിണോ? ഇല്ലല്ലോ. അന്ന് പിന്നെ അങ്ങനെ പള്ളിയിൽ നിന്ന് ഒരു 3 നാൾ ഇപ്പൊ പോയി, നേരത്തെ 3 നാൾ പോയി, പിന്നെ 3 നാൾ പോവുക, അങ്ങനെ സിസ്റ്റം പള്ളിയിലില്ല. ഇരുന്നിടത്ത് ഇരുന്നിട്ട് പറയുന്നത് എന്താന്നുള്ളത് ശ്രദ്ധിക്കാം. ആര് സംസാരിക്കുകയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ വെച്ച് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് മനോഹരമാണ്. അതിൽ നിങ്ങൾക്കൊരു പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. തഫാവത്ത്, ഒരു ഏറ്റക്കുറവ്, ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ, ഇതിങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്നൊന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അള്ളാഹ് പറയാണ് ഫർജഅൽ ബസറ, നിങ്ങൾ രണ്ടാമത് നോക്ക്. സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച്, മരങ്ങളെ കുറിച്ച്, പുഴകളെ കുറിച്ച്, കടലിനെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, മനുഷ്യ ശരീരത്തെ കുറിച്ച് രണ്ടാമത് മൂന്നാമത് നിങ്ങൾ ചിന്തിക്ക്. ഇപ്പോ ഭൂമിയെ അള്ളാഹു വെച്ചിരിക്കുന്നത് സൂര്യനിൽ നിന്ന് എത്ര മൈൽ അകലെയാണ്? ഇന്ന് കൃത്യമായി നമുക്ക് ഉത്തരം കിട്ടും. ജമിനിയോട് ചോദിച്ചാൽ ജമിനി പറഞ്ഞത് എത്ര മൈൽ വ്യത്യാസമുണ്ട്. ശാസ്ത്രം പറയുന്നുണ്ട് ഈ വ്യത്യാസം ഒരൽപ്പം മാറ്റപ്പെടുത്തിയിട്ട് സൂര്യനോട് ഒരൽപ്പം കൂടി ഭൂമിയെ അടുപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ തന്നെ വെള്ളം കയറിയിട്ട് ഭൂമി അങ്ങോട്ട് നശിച്ചു പോകും. കാരണം എന്താ? ഒന്നായിട്ട് ഭൂമിയിലുള്ള വ്യത്യസ്തമായ ദിക്കിലുള്ള മഞ്ഞുമലകൾ ഒരുക്കിയിട്ട് ഭൂമി ഫുള്ള് വെള്ളത്തിലാവും. ഇനി ഒരൽപ്പം അകലെ ആയിരുന്നെങ്കിലോ, ഒരൽപ്പം, ഒരു ലേശം മൈലുകൾ അകലെ, ഇപ്പൊ സൂര്യനും ഭൂമിയും തമ്മിൽ നിൽക്കുന്ന ആ സന്തുലിതത്തിൽ നിന്ന് ഒരൽപ്പം വ്യത്യാസപ്പെടും. ഒരൽപ്പം അകലേക്കായിരുന്നെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞ് ഒരു വലിയ ഐസ് കട്ടയായി മാറുന്നു. അതിന്റെ രണ്ടിന്റെ ഇടക്ക് കൃത്യമായ ഒരു സന്തുലിതത്വം, ഒരു നിശ്ചിതമായ ഒരു അനുപാതം അള്ളാഹു ഇതിനൊക്കെ വെച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുട്ടികള് സയൻസ് പഠിക്കുമ്പോൾ ആലോചിക്കണം. ഫർജിൽ ബസർ, നിന്റെ കണ്ണുകളെ നീ മടക്ക, ഒന്നുകൂടി ചിന്തിക്ക്. ഹൽ തറാമിൽ ഫുതൂർ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് ഒരു വടവ്, ഒരു പോരായ്മ, ഒരു തെറ്റ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നോ? സുമർജിൽ ബസറ, മൂന്നാമത് പറ, പിന്നെ ചിന്തിച്ചോ. കറത്തൈനി, വീണ്ടും നീ ചിന്തിച്ചോക്ക്. യൻഖലിബു ഇലൈക്കൽ ബസർ, നിന്റെ കണ്ണുകൾ, പോരായ്മ തേടി നടക്കുന്ന നിന്റെ കണ്ണുകൾ പരാജയം സമ്മതിച്ച് പരവശനായി നിങ്ങൾക്ക് തിരിച്ചു വരും. ഒരു പോരായ്മയും ഈ പ്രകൃതിക്ക് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കയില്ല. എന്നെയായിരുന്നു പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വേറെ രീതിയിൽ സൃഷ്ടിക്കുമായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒന്നും ഒരു മനുഷ്യനും കണ്ടെത്താൻ സാധിക്കയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കും. ഇതാണ് ഖുർആൻ, ഇതാണ് ഇസ്ലാം, ഇതാണ് ആ പ്രകൃതിയുടെ മൗസൂൻ എന്ന് പറയുന്ന ആ കൃത്യമായൊരു നിർണയം, ഒരു വ്യവസ്ഥ. ഇവിടെ അള്ളാഹു മനുഷ്യന് ആവശ്യപ്പെടുന്നത് ഈ വ്യവസ്ഥയെ നിങ്ങൾ തെറ്റിക്കരുത്. അതാണ് ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ലംഘിക്കാറുള്ളത്. പരിസ്ഥിതി ദിനം ആചരിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, എനിക്ക് ശേഷമുള്ള മനുഷ്യർക്ക് കൂടി ഉള്ളതാണ് എന്ന നിലക്ക് ഇതിനെ വർണ്ണാഭമാക്കേണ്ടത്, ഇതിനെ മനോഹരമാക്കേണ്ടത്, ഇതിനെ നിലനിർത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവാണ് പരിസ്ഥിതി ദിനത്തിൽ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ബോധം എന്ന് പറയുന്നത്. അവനാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചവൻ, എന്നിട്ട് ആ ഭൂമിയിൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളെ അതിൽ അധിവസിപ്പിച്ചിരിക്കുന്നു. അതിനെ ആ രീതിയിൽ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി, നിലനിർത്തുവാൻ വേണ്ടി, സംരക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? വസ്തുമറക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൊലമിക്കും ഇമാറത്തുക, അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ മാത്രം ഉത്തരവാദിത്തം. കാരണം എന്താ? മറ്റു ജീവജാതികൾക്കൊന്നും, നമ്മുടെ നാട്ടിലുള്ള ആടിനോ പശുവിനോ നായക്കോ കാട്ടിലുള്ള ആനക്കോ പുലിക്കോ സിംഹത്തിനോ ഈ ഒരു ബോധമല്ല. അവർക്ക് ആവശ്യമുള്ളത് ഭക്ഷിക്കും,
അവർക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കും, അവർക്ക് പറ്റുന്നിടത്ത് ഒരു ആവാസ വ്യവസ്ഥ കണ്ടെത്തും. അതാണ് അവരുടെ രീതി. നമുക്ക് ആവശ്യമുള്ളതിനപ്പുറം ഈ ഭൂമിയെ ചൂഷണം ചെയ്യുമ്പോഴാണ് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത്. അത് ചെയ്യരുത് എന്നാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ ഈ വ്യവസ്ഥ ഇതേപോലെ നിലനിൽക്കണം. ഈ അന്തരീക്ഷത്തെ നമ്മൾ മലിനമാക്കാൻ പാടില്ല. ഈ ഭൂമിക്ക് സന്തുലിതാവസ്ഥ നൽകുന്ന മരങ്ങളെ, വനത്തെ, കാടിനെ, പർവ്വതങ്ങളെ നമ്മളായി ചെത്തി മിനുക്കി നശിപ്പിക്കാൻ പാടില്ല. ആവശ്യത്തിന് ഉപയോഗിക്കാം. ആവശ്യത്തിന് അപ്പുറത്ത് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഈ ഭൂമിയിലുള്ള വെള്ളം മനുഷ്യൻ ആവശ്യത്തിന് കുടിക്കാമെന്നുള്ളതല്ലാതെ അതിനെ ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല. ജലസ്രോതസ്സുകളെ മലിനമാക്കാൻ പാടില്ല. അതൊക്കെ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന ഫസാദുകളാണ്. അള്ളാഹു ഇതിനെ നന്നാക്കിയതിനു ശേഷം നിങ്ങൾ ഈ ഭൂമിയെ നശിപ്പിക്കരുത്. നിങ്ങൾ ഈ ഭൂമിയിൽ വരും തലമുറക്ക് ജീവിക്കുവാനുള്ള അവകാശത്തെ ഹനിച്ചു കളയുക. പക്ഷെ മനുഷ്യൻ അത് ചെയ്തു. ഖുർആൻ പറയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്റെ പ്രവൃത്തി കാരണം കരയിലും അതേപോലെ തന്നെ കടലിലും പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം മനുഷ്യന്റെ മിസ്യൂസ് ആണ്. മനുഷ്യൻ അമിതമായി ഉപയോഗിക്കുന്നതാണ്. ഈ പ്രകൃതിയെ നശിപ്പിക്കുവാൻ വേണ്ടി അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തെല്ലാം കൃത്രിമത്വങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അടക്കം ഇന്ന് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. കൃത്രിമം കാണിക്കാൻ പാടില്ല, സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്താൻ പാടില്ല. എല്ലാ കാര്യങ്ങളിലും ഇന്നിപ്പോ നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു ഭക്ഷണ മര്യാദയ്ക്ക് വാങ്ങി കഴിക്കാൻ പറ്റാത്ത അവസ്ഥ മനുഷ്യന്മാരുടെ ഇടയിൽ മാത്രമല്ലേ ഉള്ളൂ. എന്തെല്ലാം കൃത്രിമങ്ങൾ, വിഷം ചേർക്കാണ് പച്ചക്ക്. എവിടെ? മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തില് പഴം പഴുപ്പിക്കുവാൻ വേണ്ടി വിഷം ചേർക്കുന്നവര്, പഴുത്ത പഴം കേടാവാതിരിക്കുവാൻ വേണ്ടി അതിൽ കൃത്രിമത്വം കാണിക്കുന്നവര്, അങ്ങനെ എന്തെല്ലാം. നമ്മൾ വാങ്ങുന്ന പല ധാന്യങ്ങളിലും കൃത്രിമം ചേർത്തുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ഖുർആൻ പഠിപ്പിച്ച കൃത്രിമങ്ങൾ ചെയ്യുന്നത് ആരാണ്? നമ്മൾ ആലോചിച്ച് നോക്കുക. ഏത് ഹോട്ടലിലാണ് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ സാധിക്കുക? ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അവൻ ചെയ്യുന്നതിനോട് കൂറ് കാണിക്കുക എന്നുള്ളത്. അരി വരെ ഇന്ന് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ഏത് അരിയൊക്കെ മൈദ കൊണ്ട് അരിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യുക. കാഷ്യൂ ആ ഷേപ്പിൽ ഉണ്ടാക്കി അതിനു വേണ്ടി അച്ചുണ്ടാക്കിയിട്ട് അതിന് മൈദ കലക്കി പറഞ്ഞിട്ട് അതിന്റെ എസൻസ് ചേർത്തിട്ട് ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് ഇത് കാഷ്യൂ ആണ് എന്ന് പറഞ്ഞ് വിറ്റിട്ട് അതിന്റെ പണം വാങ്ങി നമ്മൾ വീട് വെച്ചു, നമ്മൾ മക്കളെ പഠിപ്പിച്ചു, നമ്മൾ നമ്മളെ മക്കൾക്കും ഭാര്യക്കും തിന്നാൻ കൊടുത്താൽ അതിൽ എന്ത് നൈതികതയാണുള്ളത്? ബിസിനസ്സുകാരും കർഷകരും ഒക്കെ ശ്രദ്ധിക്കണം. ഈ ഭൂമിയോട്, ഈ സംവിധാനത്തോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് ഈ പ്രകൃതിയുടെ സുഖവ്യവസ്ഥയെ, ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഞാൻ ചെയ്യൂല എന്ന് ഓരോ കുട്ടിയും, അത് ഒരു പ്ലാസ്റ്റിക് പുറത്തേക്ക് തള്ളുന്നതടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ, നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ അപ്രായോഗികത ഉണ്ടാകും. പരമാവധി ഇത്തരം കാര്യങ്ങളോട് കൂറ് പുലർത്തപ്പോ നമ്മുടെ ഒരു സഹോദരൻ ഇന്നലെ മരണപ്പെട്ട് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. നമ്മൾ തൊട്ടടുത്തുണ്ടായി, നമ്മുടെ ഇടവണ്ണ ഉണ്ടായ ഒരു സുഹൃത്ത് ഷഹീന്റെ പ്രത്യേകത, ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ ISMന്റെ ഒക്കെ പ്രവർത്തകരായിരുന്നു. അവൻ ചാലിയാറിലൂടെ തോണിയുമായി നടന്ന് ആ ചാലിയാറിൽ കാണുന്ന സകല വേസ്റ്റും, പ്ലാസ്റ്റിക് വേസ്റ്റുകളും, പുഴയ്ക്ക് പ്ലാസ്റ്റിക് സ്വന്തം വരൂലല്ലോ, ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഒറ്റയാറ ഇവിടേക്ക് പുറത്തേക്ക്, അത് ഒരുപക്ഷെ നമ്മുടെ തൊടിയിൽ കിടക്കും, ഒരു ഉപകാരം ഉണ്ടായില്ല. അത് ഇന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. 50 രൂപ നമ്മൾ എല്ലാവരും മാസത്തിലോ ആഴ്ചയിലോ കൊടുക്കുന്നുണ്ട്. ആ കാശ് വെച്ചിട്ട് അത് തന്നെ അവർ തന്നെ അതിനുള്ള സംവിധാനത്തിലേക്ക് എത്തിക്കുന്ന രീതിക്ക് നമുക്ക് അതുമായിട്ട് താഴെപ്പെടാൻ പറ്റും. പക്ഷെ നമ്മുടെ ശീലാണ്. ഇപ്പോ ജൂൺ 1-ാം തീയതി കുട്ടികൾക്കൊക്കെ മിഠായി വിതരണം ചെയ്തപ്പോ ഒരു 5-ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോള് മാത്രം എന്നോട് വന്നിട്ട് ചോദിച്ചു, സാറേ ഈ മിഠായിന്റെ കടലാസ് എവിടെയാണ് വേണ്ടത്? ഒരു കുട്ടിയുടെ ബോധ്യമാണത്. ആ കുട്ടി 5-ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോൾക്ക് എങ്ങനെ അങ്ങനെ ബോധ്യമുണ്ടായി?
അവൾക്ക് ഞാൻ ഒരു എക്സ്ട്രാ ചോക്ലേറ്റ് കൊടുത്തിട്ട് ആ കാര്യം ഞാൻ മൈക്കിൽ അനൗൺസ് ചെയ്തു. അപ്പൊ താഴെ നോക്കുമ്പോ ഒരുപാട് മിഠായി പേപ്പർ അവിടെ കിടക്കുന്നുണ്ട്. ആരിട്ടതാ? നമ്മുടെ മക്കൾ ഇട്ടത്. എങ്ങനെ രണ്ട് കൾച്ചർ അവിടെ ഉണ്ടായത്? ആ കുട്ടിക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന അച്ചടക്കമാണ് പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയാൻ പാടില്ല, അലക്ഷ്യമായി ഇടാൻ പാടില്ല, പ്ലാസ്റ്റിക് ഉപയോഗിക്കാനേ പാടില്ല എന്നാണ് പറയാറ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ചില നിർബന്ധ സാഹചര്യം ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ആ ഉപയോഗിക്കുമ്പോഴും അതിനോട് നമ്മൾ കാണിക്കുന്ന ഒരു കൂറുണ്ടല്ലോ, അതെന്താ? അത് കഴിഞ്ഞാൽ പുറത്തേക്ക് എറിയുന്നതിന് പകരം അതിനെ എവിടെയാണോ സൂക്ഷിക്കേണ്ടത് അവിടെ സൂക്ഷിച്ചിട്ട് ആ രീതിയിൽ എനിക്ക് കഴിയുന്ന രീതിയിൽ ഈ പ്രകൃതിയെ ഞാൻ സംരക്ഷിക്കാം. നമ്മൾ ഈ ചെറുപ്പക്കാരൻ ചാലിയാറിലൂടെ നടന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല കാര്യം. അവൻ എന്തോ മരണപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് അറിയുകയില്ല. അള്ളാഹു അദ്ദേഹത്തിന് നാളെ പരലോകത്ത് സുഖവും മാർഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോ അവന്റെ ഈ പ്രകൃതിയോട് അയാൾ കാണിച്ച സ്നേഹമാണത്. നമ്മൾ എങ്ങനെയാണ് ഇവിടെയൊക്കെ ഇത് അള്ളാഹു നമ്മളോട് എല്ലാ നിലക്കും നമസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും ഒക്കെ നിർബന്ധമാക്കിയതുപോലെ അള്ളാഹിന്റെ കൽപ്പനയാണ്. മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിം ഒരു കൃഷി ചെയ്യണം. എന്താണ്? ഒരു ചെടി നടുകയാണ്, അല്ലെങ്കിൽ ഒരു മരം നടുകയാണ്. അത് അവൻ നട്ടതൊരു വാഴയാണ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ കുറെ കുട്ടികൾ ഇന്നലെ കൊണ്ടുപോയിട്ട് ചെടി നട്ടവരുണ്ടായിരിക്കാം, വാഴ നട്ടവരുണ്ടായിരിക്കാം, കൃഷി ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഒരു വാഴ നട്ടു അല്ലെങ്കിൽ ഒരു ഫലവൃക്ഷം നട്ടു, എന്നിട്ടോ അതിൽ നിന്ന് ഒരു പക്ഷി ഭക്ഷിച്ചു പോയി, ഔ ഇൻസാൻ ഒരു മനുഷ്യൻ ഭക്ഷിച്ചു പോയി, ഔ ബഹീമത്തിന് ഒരു മൃഗം ഭക്ഷിച്ചു പോയി, ഇല്ലാ കാലഹൂബിക്ക് സദക്ക, അതും അവന് സദക്ക. നമ്മൾ പാടത്തേക്ക് കൊല വെട്ടാൻ വേണ്ടി ചെന്നപ്പോ നല്ലൊരു പൂവങ്കോലുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടുവെച്ച് പോന്നതാ. അടുത്ത ആഴ്ച വെട്ടാൻ തിരിച്ച് ചെന്നപ്പോ ഒന്നാമത്തെ പടല കിളി തിന്നിട്ടുണ്ട്. വവ്വാലോ ഏതെങ്കിലും പക്ഷി ഭക്ഷിച്ചു പോയിട്ടുണ്ട്. ഓ എന്ന് പറഞ്ഞ് ശപിക്കുന്നതിന് പകരം അവിടെ ഒരു വിശ്വാസിക്ക് ശരിക്കും നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് മക്കൾക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അതിൽ നിന്ന് ഒരു കായോ ഒരു കഷ്ടമോ ഒരു കിളി നിന്നാൽ അൽഹംദുലില്ലാ എന്ന് വിചാരിക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റണം. അങ്ങനെ പറ്റിയാൽ അതിനും അവന് കൂലിയാണ്. അതിൽ നിന്നൊരു മനുഷ്യൻ ഇരിഞ്ഞു പോയി, ഒരു പടല വേറൊക്കെ വെട്ടിപ്പോയി നോക്കാം, അൽഹംദുലില്ലാ ഒരു പടല കായ എടുത്തു പോണത് അത്രയും പ്രയാസമുള്ള ഒരുത്തനല്ലേ? അവിടെ നമുക്ക് വിചാരിക്കാൻ പറ്റണം. അങ്ങനെ വിചാരിച്ചാൽ അതിനെ ശപിച്ചാൽ പിന്നെ കിട്ടൂല. അവിടെ ബാഡ് വേർഡ് ഉപയോഗിച്ചിട്ട് വൃത്തികെട്ട വാക്ക് പറഞ്ഞാൽ പിന്നെ അത് കിട്ടൂല. നാശം വധിച്ചാൽ പിന്നെ കിട്ടൂല. നേരെ മറിച്ച് അങ്ങനെ ഒരു വിശ്വാസം ചെയ്താൽ അതിന് പോലും ഇങ്ങനെ പഠിപ്പിച്ച മതം ഇസ്ലാം അല്ലാതെ വേറെ ഏതാണുള്ളത്? ഇൻ കാമത്തി റസൂൽ പഠിപ്പിച്ചതാണ്. ഈ പ്രകൃതിയോട് നമ്മൾ എങ്ങനെ ഒട്ടി നിൽക്കണം, എങ്ങനെ സ്നേഹിക്കണം, ഇത്തരം നന്മകൾ നമ്മൾ എങ്ങനെ കണ്ടെത്തണം. ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു തൈയുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു തൈയുണ്ട്. ആ തൈ നടാൻ നിൽക്കുമ്പോഴാണ് കിയാമത്ത് നാൾ വരുന്നു എന്ന തോന്നൽ അവൻ ഉണ്ടായത്. ഒരു ശബ്ദം കേൾക്കുക, അവൻ ഉറപ്പിച്ചു കിയാമത്ത് നാളിന്റെ ശബ്ദമാണ്. കിയാമത്ത് നാൾ ഇങ്ങോട്ട് ഓന്റെ കാലിന്റെ ചോട്ടേക്ക് എത്തുന്നതിന്റെ മുൻപ് ആ ചെടി കുഴിച്ചിടാൻ അവന് സമയമുണ്ടെങ്കിൽ അവനത് കുഴിച്ചിടണം. ഇനിയിപ്പോ അത് കുഴിച്ചിട്ടിട്ട് എന്താ കിയാമത്ത് നാളായില്ലേ എന്ന് ചിന്തിക്കണ്ട. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുക. അത്രയും പ്രാധാന്യം, സ്നേഹം മനുഷ്യന് പ്രകൃതിയോട് കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വെള്ളം നമുക്കറിയാലോ, വെള്ളം മനുഷ്യന്റെ ശരീരത്തിലും എന്റെ നിങ്ങളുടെ ശരീരത്തിലും 60% വെള്ളം. 60% വെള്ളം. വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വെള്ളത്തിന്റെ പ്രാധാന്യം. ഇനിയൊരു യുദ്ധം വരാനുണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും. അത് വരാനിരിക്കുന്ന അടുത്ത ലോകമഹായുദ്ധം എന്നൊന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നാണ് പ്രമുഖരൊക്കെ പറയുന്നത്. അത്രയും പ്രാധാന്യം വെള്ളത്തിനുണ്ട്. ആ വെള്ളത്തിലാണ് മനുഷ്യനെ സൃഷ്ടിപ്പ്. അല്ലാഹു പറയാണ്, എല്ലാ ജീവികളെയും അള്ളാഹു, ജീവനുള്ള എല്ലാത്തിനും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. അഫ്ലാ യുമിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അവിടെ അള്ളാഹു വിശ്വാസവുമായി കണക്ട് ചെയ്യണം. ഇതൊക്കെ ഈ പഠനമൊക്കെ നമ്മളെ എത്തിക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിന്റെ കഴിവിലേക്കാണ്, അവന്റെ ശക്തിയിലേക്കാണ്. അപ്പോ ആ വെള്ളത്തോട് നമ്മൾ കാണിക്കേണ്ട കൂറ്. ഇപ്പോ പള്ളിയിൽ ടാപ്പുണ്ട്, നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കിട്ടിയെങ്കിലേ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. വെള്ളത്തിന്റെ അമിതോപയോഗം ഏറ്റവും പ്രധാനത്തോട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒന്നാണ്. അല്ലാഹു റസൂല് ഒഴുകുന്ന പുഴയിലാണെങ്കിൽ പോലും വെള്ളം അമിതമായി ഉപയോഗിക്കരുത് എന്നാണ് സ്വഹാബത്തിനെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും, ഞാൻ കോരിയിട്ടില്ലെങ്കിലും ആ വെള്ളം കൂടെ ഒലിച്ചു പോവില്ലേ, പൊയ്ക്കോട്ടെ, എന്നാലും നമ്മളെ ആവശ്യത്തിനെ എടുക്കാവൂ.
ടാപ്പ് നമ്മൾ മിനിമം ഫോഴ്സിൽ ടാപ്പ് തുറക്കാൻ പലർക്കും അറിയില്ല. ആവശ്യത്തിന് വെള്ളം വരുന്ന രീതിയിൽ ടാപ്പിന്റെ മാക്സിമം എത്രയാണ് അപ്പോഴാണ് നിർത്തുക. ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒന്നും എടുക്കാൻ ഒരു മുത്ത് വെള്ളം എന്ന് വെച്ചാൽ എത്രയാ, ഒരു കപ്പ് വെള്ളമാണ്. പക്ഷെ നമ്മള് പ്രത്യേകിച്ച് മലയാളികള് ഒരു ചെമ്പ് വെള്ളം ഉണ്ടായാലും നമുക്ക് തികയില്ല. അജാതി തെറ്റായ ഉപയോഗമാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. വണ്ടി കഴുകാനും അതേപോലെ തന്നെ ഇന്റർലോക്ക് ചെയ്തത് ക്ലീൻ ചെയ്യാനും ഒക്കെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഈ ഉപയോഗത്തിന് എടുക്കാല്ല, പക്ഷെ ആവശ്യത്തിന് എടുക്കാവൂ. അനാവശ്യമായ ഒരു തുള്ളി അത് അനാവശ്യത്തിന് ഒരു പൈപ്പ് പൊട്ടിയാൽ എത്ര സ്ഥലത്തെ റോഡ് സൈഡിൽ നിന്നൊക്കെ പബ്ലിക്കിന്റെ നമുക്കൊരു ബാധ്യതയില്ലാതെ നമ്മൾ വിടുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം. 4 ദിവസമൊക്കെ ആയിട്ട് വെള്ളം, എന്നിട്ട് ആ റോഡ് വൃത്തികേടായി വെള്ളം, എത്ര വെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ആ ടാപ്പ് ഒന്ന് വൃത്തിയാക്കുന്നില്ല, ആ പൈപ്പിന്റെ പിന്നെ പ്രോബ്ലം ഒന്നും തീർക്കുന്നില്ല. അത് നമ്മളെ വീട്ടിലുള്ളത് നമ്മൾ ചെയ്യണം, പബ്ലിക്കിൽ ഉള്ളത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് നിർവഹിക്കണം. വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ കാരണത്താൽ റോഡ് മലിനമാകുന്ന വഴി ആളുകൾക്ക് സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ വൃത്തികൾ ഉണ്ടാക്കുന്ന ഒരു പെരുമാറ്റം നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലാഹു റസൂൽ പഠിപ്പിച്ചാണ് അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. ഈമാനിന് 70 പരം ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ വ്യത്യസ്തമായ തലങ്ങളാണ്, തട്ടുകളാണ്. എന്നാൽ അതിൽ ഏറ്റവും താഴെയുള്ളതാണ് ഇമാത്തത്തുൽ അദാ അനി തരീഖ്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക. ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ വഴിയിൽ ഒന്ന് തുപ്പാൻ പോലും പാടില്ല, ഒരു വേസ്റ്റ് ഇടാൻ പാടില്ല. ഒരു കുട്ടി ജ്യൂസ് കുടിച്ചിട്ട് ബോട്ടിൽ അവിടെ ഇട്ടു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്റ്റൈലാണല്ലോ, ശ്രദ്ധിക്കണം നമ്മളൊക്കെ. ഒരു പാക്കറ്റ് ജ്യൂസാണ്, അപ്പൊ അത് ചവിട്ടി പൊട്ടിക്കാനുള്ള സ്റ്റൈലാണ്. ഒരു സ്റ്റൈലിന് വേണ്ടി ജസ്റ്റിന് വേണ്ടി പൊട്ടിച്ചോട്ടെ. പക്ഷെ ആ പൊട്ടിച്ചിട്ട് ആ പാക്കറ്റ് റോട്ടിലിട്ടിട്ട് ചവിട്ടി പൊട്ടിച്ചിട്ട്, അല്ലെങ്കിൽ മുറ്റത്തിട്ടിട്ട്, സ്കൂളിന്റെ മുറ്റത്തിട്ടിട്ട്, വഴിയിലിട്ടിട്ട്, എന്നിട്ട് അവിടെ ചവിട്ടി പൊട്ടിച്ചിട്ട് പോയിട്ട് പിന്നെ അതുണ്ടാക്കുന്ന ഉപദ്രവം, അതെടുത്തിട്ട് എവിടെയാണ് ഇടേണ്ടത് എന്നുള്ള ആ കുട്ടിക്ക് അത് ഏത് വൃത്തികളും. ഇത്തക്കൊല്ല ആനീൻ, നിങ്ങൾ 2 ശാപത്തെ സൂക്ഷിക്കുക, 2 ശാപ പ്രവർത്തനങ്ങൾ. കാലു ഒമല്ല ആനാനിയാ റസൂലുള്ളാഹ്. ഏതാ ഇത് രണ്ടും? അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, അല്ലദീ യതഹല്ലാ ഫീ തരീഖിൻ നാസി ഔ ഫീ ദില്ലിഹിം. ആളുകൾ നടക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യലാണ്. ഔ ഫീ ദില്ലിഹിം, അല്ലെങ്കിൽ അവരിരിക്കുന്ന തണലിൽ. അപ്പോ അത്ര ഇന്ന് മലമൂത്ര വിസർജനം ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യില്ല. പക്ഷെ ഈ വേസ്റ്റ് വാരിയിട്ട് ആളുകൾ ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും തട്ടും, അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന കാരണങ്ങളാണ് എന്നാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ തീരുമാനിക്കുക. എന്റെ കാലം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന വിഷയത്തിലും അതേപോലെ ഇത്തരം എല്ലാ സംഗതികളിലും വൈദ്യുതി ആവശ്യത്തിന് മാത്രം വീട്ടില് ഇത് ഉപയോഗിക്കാൻ ഒരു സിസ്റ്റം ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് അനാവശ്യമായിട്ട് പൈസ എടുക്കണേ ഞാനല്ലേ എന്ന് കരുതി അനാവശ്യം ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാവൂ. അപ്പോ മോട്ടർ ഇടേണ്ട സമയം എപ്പോ, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ലൈറ്റ് ഓൺ ചെയ്യണം, ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ആക്കേണ്ടത്. അത് നമ്മൾ കുട്ടികളെ കണ്ടാല്, വെറുതെ ഒരു ബൾബ് ഒരു ക്ലാസ് റൂമിൽ കത്തുന്നത് കണ്ടാല്, ആളുകളില്ലാതെ ഒരു ഫാന് കറങ്ങുന്നത് കണ്ടാല്, ഒരു ടോയ്ലറ്റ് ബൾബ് വെറുതെ പ്രകാശം വെച്ചത് കണ്ടാൽ അത് ഓഫ് ചെയ്യാനുള്ള ഒരു മനസ്സ്, അത് വീട്ടിൽ നിന്നേ മക്കളെ പഠിപ്പിക്കണം. ഇതൊക്കെ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന മര്യാദയാണ്. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതെല്ലാം മതവുമായി ബന്ധപ്പെട്ടതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നതാണ്. നമ്മുടെ കാരണത്താൽ പ്രകൃതിക്ക് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിക്കുന്നതാണ് മതത്തിന്റെ പൂർണ്ണത. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുഴുവൻ റിപ്പോർട്ടുണ്ട്. മുഴുവൻ മനുഷ്യരും തന്റെ നാവ് കൊണ്ടും തന്റെ പ്രവൃത്തി കൊണ്ടുമുള്ള ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഒരാൾ മുസ്ലിമായി മാറുന്നത്. ആ രീതിയിൽ ഒരു പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഭാഗമായി ഇത്തരം ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവരുവാൻ, ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുവാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ വാഹിദിൽ ഖഹാർ വൽ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൻ ലിന്നാസ് തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹി വസ്ഹബിഹിൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാൽ അഖിയാർ മാദാമു സ്മാവാതി വൽ അർദി മാ തറബൽ മാതൽ ഇൻദാർ മഅറൂഫുല്ലാഹ്. വിശ്വാസികൾക്കൂടെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ആയത്താണ് ഞാൻ കൽപ്പിച്ചത്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ.
ഒരു തോതനുസരിച്ച്, ഒരു നിർണയം അനുസരിച്ച് അള്ളാഹു ഈ ഭൂമിയിലേക്ക് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു അതുകൊണ്ട് ഈ ഭൂമിയെ കുടിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിന് അത് ഇല്ലാതാക്കുവാനും കഴിയുന്നവനാണ്. അള്ളാഹു വെച്ചിരിക്കുന്ന ഈ ഒരു സിസ്റ്റം നശിപ്പിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല എന്ന ബോധം കൂടി ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മളോടുള്ള ബാധ്യത, സൊസൈറ്റിയോടുള്ള ബാധ്യത നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ മാത്രമാണ് നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. ആ രീതിയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വിശ്വാസികളായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.